ഇപ്പോൾ കാലാവസ്ഥകൾ മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കറിയാം, പല കർഷകർക്കും പല നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് കാലാവസ്ഥക്കാർ പറയുന്നത് കർഷകർ പ്രത്യേകം ഊന്നൽ നൽകേണ്ടതാണ്. അവർ പറയുന്ന അതേ ടൈമിൽ ഏകദേശം മഴയും കാലാവസ്ഥയൊക്കെ ചേഞ്ച് വരുന്നുണ്ട്. അതുകൊണ്ട് കാലാവസ്ഥക്കാർ എന്താണ് പറയുന്നത്, വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കും അനുസരിച്ച് നമ്മൾക്ക് നോക്കിക്കണ്ടാൽ മാത്രമേ നമ്മളുടെ കാർഷിക ഫലം വിജയം കണ്ടെത്താൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും അവർക്ക് തന്നെ ഒരു സ്വയമേതാൽ ഒരു ആശ്വാസമില്ലാതെ വരികയും ചെയ്യും. ഇപ്പോൾ കാണാം, ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലത്തെ ഈ കാലാവസ്ഥ ഈ അടുത്ത് വന്ന ഒരു നാശനഷ്ടങ്ങളാണ്. ഈ അടുത്ത് കൃഷി ചെയ്യുന്ന അവർക്ക് ലക്ഷങ്ങളാണ് നഷ്ടം വന്നത്. ആരും പ്രതീക്ഷിച്ചില്ല ഇത്രയും പെട്ടെന്ന് വെള്ളം കയറുകയോ കൃഷി നശിക്കുകയോ ചെയ്യുകയില്ല. പല ആളുകളും അതിലുള്ള കപ്പയും മറ്റും കച്ചവടം നടത്തി, അവരോട് കച്ചവടം നടത്തിയ ആള് പറഞ്ഞത് തിങ്കൾ മൺഡേ ഞാൻ വരാമെന്നാണ് പറഞ്ഞത്. എന്നാൽ ശനിയാഴ്ച അതിന്റെ തൊട്ടു മുമ്പ് മഴ വന്ന് വെള്ളം നിറഞ്ഞു അവരുടെ കൃഷി നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ ഏത് വർക്കാണോ, നമ്മൾ ഏത് കൃഷിയാണോ ചെയ്യുന്നത്, ആ കൃഷിക്ക് വരേണ്ട നമ്മൾ കരുതേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് കരുതി നമ്മൾ അതിനെ കാലാവസ്ഥക്കാർ സർക്കാരും പറയുന്നതിന് അനുസരിച്ച് നമ്മൾ അതിന് മുന്നേറിയാൽ മാത്രമേ നമ്മളുടെ കൃഷി നമുക്ക് ലാഭകരമായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ കർഷകർക്ക് പറ്റിയ പോലെ നമ്മൾ എല്ലാ കർഷകർക്കും വൻ നഷ്ടങ്ങൾ വരും. പിന്നീട് അവർക്ക് ഈ കാർഷിക വിപണിയിൽ തന്നെ മാറേണ്ട അവസ്ഥ വരും. കാരണം നഷ്ടങ്ങൾ വളരെ അധികമാണ്. ആ നഷ്ടം വീണ്ടും വീണ്ടും വന്നാൽ കാർഷിക വിപണിയിൽ വൻ വീഴ്ച വരികയും കർഷകർ കുറഞ്ഞു വരികയും ചെയ്യും.